അവളുടെ ചുണ്ടുകളെ അവൻ മുഴുവനായും അവൻ്റെ വായ്ക്കുള്ളിലാക്കി നുണയാൻ തുടങ്ങി. പതിയെയുള്ള ചുംബനം. പിന്നീട് അതിൻ്റെ തീവ്രത കൂടാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവളിൽ നിന്ന് വിട്ടുമാറി. അവൾ അവനെ സംശയഭാവത്തിൽ നോക്കി. അച്ചു, ഞാൻ നിന്നെ മുഴുവനായി സ്വന്തമാക്കിക്കോട്ടെ? അവനത് ചോദിച്ചതും അവളുടെ മുഖം ചുവന്നു കയറി. പിന്നീട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ ഇങ്ങനെയല്ല. പിന്നെ വെയിറ്റ്, 5 മിനിറ്റ്. എങ്ങോട്ടായിരുന്നു പോകുന്നത്? ഇപ്പോൾ വരാടോ. അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം അവൻ തിരിച്ചു വന്നു. നമുക്കൊരിടം വരെ പോവാം. എവിടേക്ക്? അത് സർപ്രൈസ്. വാ. അരുൺ, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ? എന്തിന്? ഇതൊക്കെ മതി. അതും പറഞ്ഞ് അവൻ റൂമിന് വെളിയിൽ വന്നു. അരുൺ നിൽക്കുന്നേ, മുത്തശ്ശനോട് പറയണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഒന്നും മിണ്ടാതെ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി. അതും പറഞ്ഞ് അരുൺ അതിഥിയെ കാറിൽ കയറ്റി ഡ്രൈവിംഗ് സീറ്റിൽ അവനും കയറി. കാർ ചെന്നുന്നത് അവരുടെ തന്നെ ഫാം ഹൗസിലാണ്. അരുൺ, ഇത് ഫാം ഹൗസ് അല്ലേ? ഇവിടെ എന്താ? അതൊക്കെ ഉണ്ട്. അവർ കാറിൽ നിന്ന് ഇറങ്ങിയതും വീട്ടിൽ നിന്നും അരുണിൻ്റെ PA ഇറങ്ങി വന്നു. എല്ലാം ഓക്കെ അല്ലേ സഞ്ജയ്? എല്ലാം ഓക്കെയാണ് സർ. അച്ചു, ഇതെൻ്റെ PA ആണ് സഞ്ജയ്. അരുൺ അത് പറഞ്ഞതും സഞ്ജയ് ഒന്ന് ചിരിച്ചു കാണിച്ചു. ഞാൻ പൊയ്ക്കോട്ടെ സാർ എന്നും പറഞ്ഞുകൊണ്ട് സഞ്ജയ് അവിടെ നിന്ന് പോയി. അതും നോക്കിക്കൊണ്ട് അതിഥി വീടിനകത്ത് കയറിയതും അരുൺ അവൾക്ക് നേരെ ഒരു ബോക്സ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, പെട്ടെന്ന് പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. അവനത് പറഞ്ഞതും അവൾ ആ ബോക്സും വാങ്ങിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. അവൾ റൂമിൽ പോയി ബോക്സ് തുറന്നതും അതിൽ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ജോർജറ്റ് സാരിയായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ പെട്ടെന്ന് തന്നെ സാരി ഉടുത്ത് വെളിയിൽ വന്നു. അവനെ നോക്കി. പെട്ടെന്ന് പുറകിൽ നിന്നും അരുൺ തൻ്റെ കൈകൾ കൊണ്ട് അവളുടെ കണ്ണുകൾ പൊത്തി ഇൻഡോർ പൂളിനരികിലേക്ക് നടന്നു. അവിടെ എത്തിയതും അരുൺ അവളുടെ കണ്ണുകളുടെ മറ മാറ്റി. അപ്പോൾ അതിഥി കാണുന്നത് ദീപങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്ന ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അത് കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. വാ, ഇരിക്കെ. അതും പറഞ്ഞുകൊണ്ട് അരുൺ അതിഥിയെ ടേബിളിൻ്റെ ഒരു വശത്തായി കൊണ്ടിരുത്തി. എന്നിട്ട് മറുവശത്ത് അവനും ഇരുന്നു. അരുൺ അതിഥിയെ നോക്കുമ്പോൾ ടേബിളിൽ ചുറ്റുമുള്ള വർണ്ണാഭമായ ലൈറ്റുകളിലായിരുന്നു അവളുടെ ശ്രദ്ധ. ഹലോ മിസ്സസ് അരുൺ, ഇടയ്ക്ക് എന്നെയൊന്ന് ശ്രദ്ധിക്കാം. അവനത് പറഞ്ഞതും അതിഥി അരുണിനെ നോക്കി. ശേഷം അവർ ഇരുവരും ഫുഡൊക്കെ കഴിച്ച് എഴുന്നേറ്റു. ലൈറ്റ്സ് എല്ലാം നോക്കി നിൽക്കുമായിരുന്നു അതിഥി. അവളെ അരുൺ പുറകിലൂടെ ചെന്ന് വയറിൽ ചുറ്റിപ്പിടിച്ചു. പക്ഷേ അതിഥി ഇത്തവണ ഞെട്ടിയില്ല. അവൾ പതിയെ തലചിരിച്ച് അരുണിനെ നോക്കി. അപ്പോൾ അവൻ അവൾക്കായൊരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു. അങ്ങനെ കുറച്ച് സമയം നിന്നതിന് ശേഷം അരുൺ അതിഥിയെയും കൈകളിലേന്തി മുകളിൽ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും അരുൺ അതിഥിയെ താഴെ നിർത്തി ടേബിളിലിരുന്ന ഒരു ബോക്സ് എടുത്ത് അതിൽ നിന്നും റോസ് പെറ്റൽസ് എടുത്ത് ബെഡിൽ വിതറാൻ തുടങ്ങി. അതിഥി ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. റൂം മുഴുവൻ റോസാപ്പൂവിൻ്റെ ഗന്ധം പരക്കാൻ തുടങ്ങി. പെറ്റൽസ് എല്ലാം വിതറിയതും അരുൺ ബോക്സ് ടേബിളിൽ വെച്ച് അതിഥിക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് അവളെ കെട്ടിപ്പുണർന്നതിന് ശേഷം അവളെയും കൊണ്ട് ബെഡിൽ കിടത്തി. അവളുടെ മേലെ അവനും അമർന്നു. അച്ചു, എൻ്റെ കയ്യിൽ പ്രൊട്ടക്ഷനൊന്നും ഇല്ല കേട്ടോ. അരുൺ അത് പറഞ്ഞതും അതിഥി അരുണിനെ ഒന്ന് നോക്കി. അല്ല, എൻ്റെ മുത്തശ്ശനും നിൻ്റെ മുത്തശ്ശിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കണ്ണടയണമെന്നാണല്ലോ. അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് അവർ വിഷമിപ്പിക്കുന്നത്? മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ ഉള്ളൂ. നിനക്കില്ലേ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും? ഉണ്ട്, പക്ഷെ ഇപ്പോഴല്ല. ആദ്യം ഞാൻ നിന്നെ ശരിക്കൊന്ന് സ്നേഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയതും അവളൊന്ന് പുളഞ്ഞു. അരുൺ, എന്തേ കാണിക്കുന്നത്? എനിക്കെന്തോ പോലെ തോന്നുന്നു. എന്തുപോലെ? ഒന്ന് പോരും. അവളത് പറഞ്ഞതും അവളുടെ മേലിൽ നിന്നും ഒന്നുയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ അവളുടെ സാരി തലപ്പ് മാറ്റിയതും അവൾ കൈകൊണ്ട് അവളുടെ മാറു മറയ്ക്കാൻ നോക്കി. പക്ഷേ അതിനനുവദിക്കാതെ അരുൺ അവളുടെ കൈകൾ രണ്ടും തലയ്ക്ക് മേലേക്ക് ഉയർത്തി ലോക്ക് ചെയ്ത് പിടിച്ചതും അവൾ കണ്ണുകൾ രണ്ടും ഇറക്കി അടച്ചു. കഴുത്തിറക്കി വെട്ടിയ ബ്ലൗസിലൂടെ അവളുടെ മാറിൻ ചുഴി എടുത്തു കാണുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവിടെ ഒന്ന് മുത്തി. അവളൊന്ന് നീങ്ങിപ്പോയി. അവൻ പതിയെ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ അവൻ്റെ ദന്തങ്ങളാൽ അഴിച്ചെടുത്ത് അകത്തി വെച്ചതും അവൾ കണ്ണുകൾ വലിച്ചു നിറഞ്ഞു. അരുൺ, വേണ്ട, മതി. അവളൊന്ന് കുറുകിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാനൊന്നും തുടങ്ങിയില്ല എൻ്റെ അച്ചുവേ. അത് പറഞ്ഞതും അവൻ അവളുടെ ബ്ലൗസ് അവളിൽ നിന്ന് മുഴുവനായി മടർത്തി മാറ്റിയിരുന്നു. അവളുടെ നഗ്നമായ തോളും മാറിൻ ചുഴിയും അവനിൽ വികാരങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നു. പതിയെ അവളുടെ ഇന്നറും അവളിൽ നിന്നും അകന്നു പോകുന്നത് അവൾ അറിഞ്ഞു. അവൻ അവളുടെ മാറിൽ ചുംബിച്ചും പല്ലുകളാഴ്ത്തിയും അവയെ ഞെരിച്ചുടച്ചും കൊണ്ടിരുന്നു. പിന്നീട് അവൻ്റെ കൈകൾ അവളുടെ നാഭിച്ചുഴിയിൽ കളം വരയ്ക്കാൻ തുടങ്ങിയതും അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ പേരുരുവിട്ടുകൊണ്ടിരുന്നു. അതവനെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി. ശേഷം അവളുടെ മടിച്ചുരുൾ മുഴുവനായി അവൻ അഴിച്ചുമാറ്റി സാരി വേർപെടുത്തി. പിന്നീടവൻ അവളുടെ പാവാടച്ചരടഴിച്ചു അവളെ പൂർണ്ണ നഗ്നയാക്കി.
അവളുടെ ആ വശ്യ സൗന്ദര്യത്തിൽ അവൻ ആകൃഷ്ടനായി. ഉടനെ അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി. പൂർണ്ണ നഗ്നനായ അരുണിനെ കണ്ടതും അവൾക്ക് ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവളിലേക്ക് മുഴുവനായും അമർന്നുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ തുടയിടുക്കിൽ കുസൃതി കാട്ടാൻ തുടങ്ങി. ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് അതിഥി ഒന്ന് പൊളഞ്ഞു. അരുൺ! അവളുടെ ഇടറിയ ശബ്ദം കേട്ടതും അവൻ അവളുടെ കണ്ണുകളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളെ മുഴുവനായും സ്വന്തമാക്കാൻ തുടങ്ങി. അവൻ അവളിലെ പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയതും അവൾക്ക് അനുഭവപ്പെടുന്ന വേദനയിൽ അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. അവളിൽ ഉയർന്നു താഴുന്നതിനോടൊപ്പം അവൻ അവളുടെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി അവിടെ ചുണ്ടിനാലും നാവിനാലും വിസ്മയം തീർത്തുകൊണ്ടിരുന്നു. പിന്നീട് വേദനയ്ക്ക് പകരം അവിടെ മറ്റെന്തോ വികാരം അവളെ മൂടിക്കൊണ്ടിരുന്നു. ഒരുപാട് സമയത്തെ പ്രണയവേഴ്ചയ്ക്കൊടുവിൽ അവൻ ഒരു മഴയായി അവളിൽ പെയ്തിറങ്ങി. ശേഷം അവൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് അവളെ മുറുകെ പുണർന്നുകൊണ്ട് അവനും നിദ്രയെ പുലുക്കി. പിറ്റേന്ന് കാലത്ത് അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ അവൻ്റെ കരവലയത്തിലാണ് അവളിപ്പോഴും ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞതും അതവളിൽ ഒരു പുഞ്ചിരി പടർത്തി. അവൾ മുഖമുയർത്തി നോക്കിയതും കണ്ണുകൾ തുറന്നു കിടക്കുന്ന അരുണിനെയാണ് അവൾ കണ്ടത്. പക്ഷേ അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്കെന്തോ ജാള്യത അനുഭവപ്പെട്ടു. ഒരുപാട് നേരമായോ അരുൺ എഴുന്നേറ്റിട്ട്? അവൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ അവൾ ചോദിച്ചു. പക്ഷേ അതിന് മറുപടി കൊടുക്കാതെ ഒരു മറുചോദ്യമാണ് അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരുപാട് നൊന്തോ ഇന്നലെ അച്ചു? അതിഥി മറച്ചു വെക്കാതെ അതിന് മറുപടി കൊടുത്തു. ആദ്യമായതുകൊണ്ടാണ്, ഇനി ശരിയായിക്കോളും. അരുൺ അത് പറഞ്ഞതും അതിഥിയുടെ മുഖം ചുവന്നു കയറാൻ തുടങ്ങി. അവനെ തള്ളിമാറ്റി എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവൾ പൂർണ്ണ നഗ്നിയാണ് എന്നവൾ ഓർക്കുന്നത്. ഉടനെ അവൾ ബ്ലാങ്കറ്റ് എടുത്ത് ശരീരം മറയ്ക്കാൻ നോക്കിയതും അരുൺ ബ്ലാങ്കറ്റ് പിടിച്ച് അവനും കൂടെ അതിനുള്ളിൽ കയറുകയായിരുന്നു. അവൻ്റെ കൈകൾ അവളിൽ അനുസരണയില്ലാതെ അലയാൻ തുടങ്ങിയതും അവൻ്റെ കയ്യിൽ അവളുടെ പിടി വീണിരുന്നു. അരുൺ വേണ്ട, അവളത് പറഞ്ഞതും അവൻ അവളിൽ നിന്നും കൈകളെടുത്ത് അവളുടെ നെറുകിൽ ചുംബിച്ചു. പോയി ഫ്രഷ് ആവും. അതും പറഞ്ഞ് അവൻ ബെഡ്ഷീറ്റും പുതച്ച് അടുത്ത റൂമിലെ വാഷ്റൂമിലേക്ക് ഫ്രഷ് ആവാനായി പോയി. അതിഥി കുളിയെല്ലാം കഴിഞ്ഞ് മിററിന് മുന്നിൽ നിന്നുകൊണ്ട് മുടി ഡ്രയർ വെച്ച് ഡ്രൈ ചെയ്യുകയായിരുന്നു. കുർത്തിയും ലെഗിനുമാണ് വേഷം. പെട്ടെന്നാണ് അവൾക്ക് പിൻകഴുത്തിൽ ഒരു ചുടുശ്വാസം തട്ടിയത്. അവൻ അവളുടെ മൃദുവായ പിൻകഴുത്തിൽ അമർത്തിയൊന്ന് ചുംബിച്ചു. ശേഷം ഇരുവരും റെഡിയായി കോളേജിലേക്ക് പുറപ്പെട്ടു. കോളേജ് പാർക്കിംഗ് ഏരിയയിൽ കാർ എത്തിയതും അവർ ഇരുവരും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഡോർ തുറന്നിറങ്ങി. അതിഥി അരുണിനടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും റിയ വന്ന് അരുണിൻ്റെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. അരുൺ, എന്താ ലേറ്റായത്? അവരെല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, വേഗം വാ എന്നും പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് അവൾ നടക്കാൻ തുടങ്ങി. അരുൺ തിരിഞ്ഞു നോക്കിയതും കണ്ടത് വാടിയ അതിഥിയുടെ മുഖമായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നീതു വന്നത്. അച്ചു, ഇന്നലെ നീ എങ്ങോട്ടാണ് പോയത്? ഞാൻ എവിടെയൊക്കെ നോക്കി. പിന്നെ വിനയ് സാറിനോട് ചോദിച്ചപ്പോഴാണ് നിൻ്റെ കെട്ടിയോ വന്ന് നിന്നെ കൊണ്ടുപോയെന്ന് അറിഞ്ഞത്. എന്താടി ഉണ്ടായേ? പിന്നെ നിന്നെ വിഷമിപ്പിച്ചോ? നീതു അത് ചോദിച്ചതും അതിഥി ഒന്ന് പുഞ്ചിരിച്ചു. എന്താ മോളെ ഒരു ചിരിയൊക്കെ? അതിഥി ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം നീതുവിനോട് പറഞ്ഞു. മതി, പിന്നെന്താ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. നീതു അതിഥിയെ മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. അതിഥി അവളെ ഒന്ന് നോക്കി ചിരിച്ചു. ശേഷം ഇരുവരും ക്ലാസ് റൂമിലേക്ക് പോയി. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ അതിഥിയും നീതുവും ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാനെത്തി. ടേബിളൊന്നും ഒഴിവില്ലായിരുന്നു. അപ്പോഴാണ് സൈഡിൽ നിന്നൊരു വിളി. അതിഥി, ഇങ്ങോട്ട് വായോ, ഇവിടെ സീറ്റുണ്ട്. വിനയായിരുന്നു അത്. വേണോ നീതു? ഇനി എങ്ങാനും അരുൺ കണ്ടാൽ? അതിഥി സ്വകാര്യത്തിൽ ചോദിച്ചു. കണ്ടാലെന്താ, ഈ ക്യാൻറ്റീനിൽ ആ ഒരു ടേബിൾ മാത്രമേ ഒഴിവുള്ളൂ. നീ ഇങ്ങ് വന്നേ, ബാക്കിയുള്ളവർക്ക് വിശന്നിട്ട് വയ്യ. നീതു അതിഥിയെയും കൊണ്ട് വിനയുടെ അടുത്തേക്ക് നീങ്ങി. ഫുഡ് പറഞ്ഞായിരുന്നോ നിങ്ങൾ? ഏയ് ഇല്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയി ഫുഡ് വാങ്ങി വരാം, നിങ്ങളെവിടെ ഇരിക്കേ. നീതു അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അതിഥി, എന്താ വിനയ്? ഞാൻ പറഞ്ഞതൊന്നും താൻ മനസ്സിൽ വെക്കണ്ട കേട്ടോ, അത് വിട്ടേക്ക്. അത് വിനയ്, സാരമില്ലടോ, ഞാൻ ഇങ്ങനൊരു കാര്യം തന്നോട് പറഞ്ഞിട്ടേ ഇല്ലയെന്ന് കരുതിയാൽ മതി. അതിന് അവളൊരു വാടിയ പുഞ്ചിരി മാത്രമാണ് മറുപടിയായി കൊടുത്തത്. അപ്പോഴേക്കും നീതു ഫുഡുമായി വന്നിരുന്നു. എന്തൊരു ക്യൂ ആണ്, വെയിറ്റ് ചെയ്ത് മടുത്തോ? അതും പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതിഥി ചുമയ്ക്കാൻ തുടങ്ങി. അത് കണ്ടതും വിനയ് അവളുടെ നെറുകയിൽ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. ഈ സമയത്താണ് അരുണും ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത്. അരുൺ, അത് കണ്ടോ? വിനയ് സാർ അതിഥിയും ഇത്ര അടുപ്പത്തിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. റിയ അരുണിനെ നോക്കി പറഞ്ഞു. അരുൺ റിയ ചൂണ്ടിക്കാട്ടി ഇടത്തേക്ക് നോക്കിയതും കണ്ടത് അതിഥിയുടെ നെറുകയിൽ കൈവച്ചിരിക്കുന്ന വിനയെയാണ്. അത് കണ്ടതും അരുണിൻ്റെ മുഷ്ടി ചുരുണ്ടു. അവന് ദേഷ്യം അടക്കാനായില്ല. ഇത് കണ്ട നീതു അതിഥിയെ ഒന്ന് തട്ടിക്കൊണ്ട് അരുൺ നിൽക്കുന്ന ഇടത്തേക്ക് നോക്കാനായി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അതിഥി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവൾക്കെതിരെ കത്തുന്ന നോട്ടവുമായി നിൽക്കുന്ന അരുണിനെയാണ്. അവൾ പെട്ടെന്ന് തന്നെ വിനയുടെ കൈകൾ എടുത്തു മാറ്റി.
അവൾ ഒന്നുകൂടി അരുണിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവളെ നോക്കി ദേഷ്യത്തോടെ തിരിഞ്ഞു പോകുന്ന അരുണിനെയാണ്. അവൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അവനെ വിളിച്ച് അവൻ്റെ പുറകെ പോയി. പക്ഷേ അവിടെയെങ്ങും അവൾ അവനെ കണ്ടില്ല. നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കല്യാണം കഴിക്കാനൊരാൾ, കൂടെ കൊണ്ട് നടക്കാനൊരാൾ. ഇനി എത്ര പേരുണ്ട് നിൻ്റെ ലിസ്റ്റിൽ? റിയ അത് ചോദിച്ചതും അതിഥിയുടെ കൈകൾ റിയയ്ക്ക് നേരെ ഉയർന്നു താഴ്ന്നിരുന്നു. എടി, നീ എന്നെ തല്ലിയല്ലേ? റിയ അതിഥിക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞതും മിണ്ടരുത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിനക്ക് ഇനിയും കിട്ടും. അതിഥി! പെട്ടെന്നാണ് അരുൺ അങ്ങോട്ട് കയറി വന്നത്. അരുണിനെ കണ്ടതും റിയ കരഞ്ഞുകൊണ്ട്, ഇത് കണ്ടോ അരുൺ, ഇവളെന്നെ തല്ലി. റിയ അത് പറഞ്ഞതും അരുൺ അതിഥിയെ ദഹിപ്പിച്ചു നോക്കി. അരുൺ അത് അതിഥിയെ പറയാൻ അനുവദിക്കാതെ അരുൺ പറഞ്ഞു, അതിഥി, റിയ എൻ്റെ ഫ്രണ്ടാണ്. എന്തു പറഞ്ഞാലും നീ അവളെ തല്ലിയത് ശരിയായില്ല. സേ സോറി. അരുൺ, അതിന് ഞാനൊന്നും. സേ സോറി. ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. അതും പറഞ്ഞ് അരുൺ അതിഥിയുടെ മുഖത്തേക്ക് നോക്കി. ഒഴുകാൻ വെമ്പി നിൽക്കുന്ന മിഴികളുമായി അതിഥി അരുണിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ശേഷം റിയയെ നോക്കി പറഞ്ഞു, സോറി റിയ. അതും പറഞ്ഞ് അതിഥി അവിടെ നിന്നും മൂടിപ്പോയി. അരുൺ അപ്പോഴും അവളുടെ നിറഞ്ഞ മിഴികളിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു. കൂട്ടം കൂടി നിന്ന കുട്ടികളെല്ലാം പിരിഞ്ഞു പോയതും ഹർഷ് വന്ന് അരുണിനോടായി പറഞ്ഞു, അരുൺ, നിനക്ക് അതിഥിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാമായിരുന്നു. അതിഥി ആവശ്യമില്ലാതെ ഒന്നും ഇങ്ങനെ ചെയ്യില്ലെന്ന് നിനക്ക് നന്നായി അറിയാം. എന്തായാലും അവൾ റിയയ്ക്ക് നേരെ കൈ ഉയർത്താൻ പാടില്ലായിരുന്നു. അതിന് നീ എന്തറിഞ്ഞിട്ടാ? അതും പറഞ്ഞ് ഉണ്ടായതെല്ലാം ഹർഷ് അരുണിനോട് പറഞ്ഞു. അതെല്ലാം കേട്ടതും അരുൺ വേഗം തന്നെ കാറിനടുത്തേക്ക് നടന്നു. അതിഥി കാറിനരികിൽ അരുണിനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അരുൺ കാർ ലോക്ക് തുറന്ന് അവനെ നോക്കാതെ കാറിനകത്ത് കയറിയിരുന്നു. കാർ നേരെ ചെന്നുന്നത് മാൻഷനിലാണ്. കാർ നിർത്തിയതും രണ്ടുപേരും കാറിൽ നിന്ന് പുറത്തിറങ്ങി. മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ പുറകിൽ നിന്ന് മുത്തച്ഛൻ വിളിച്ചിരുന്നു, മക്കളെ, ഇന്ന് നേരത്തെ ആണല്ലോ. അത് മുത്തച്ഛ, എനിക്ക് ചെറിയൊരു തലവേദന, അതാ നേരത്തെ ഇറങ്ങിയത്, അരുൺ പറഞ്ഞു. എന്നാൽ നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. പിന്നെ ഇന്ന് കൃഷ്ണമൂർത്തി വിളിച്ചിരുന്നു. ആചാരങ്ങൾ പ്രകാരം ഇന്ന് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് അവിടെയാണ് നിൽക്കേണ്ടത്. അത് കേട്ടതും അതിഥിയുടെ മുഖം വിടർന്നു. പക്ഷേ കൃഷ്ണമൂർത്തിയുടെ പേര് കേട്ടതും അരുണിൻ്റെ മുഖത്ത് ദേഷ്യം മാത്രമായി. ഇപ്പം നിങ്ങൾ റൂമിലേക്ക് ചെല്ലും. അതിഥി റൂമിൽ കയറിയതിന് പിന്നാലെ അരുൺ കയറി ഡോർ ലോക്ക് ചെയ്തു. അവൾ ദേഷ്യത്തോടെ ടവലെടുത്ത് ഫ്രഷാകാൻ പോകുന്നതിനിടയിൽ അരുൺ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അവൾ അവനെ മുഖം കറുപ്പിച്ചൊന്ന് നോക്കി. അച്ചുവേ. അച്ചുവോ? എൻ്റെ പേര് അതിഥി എന്നാ. കുറച്ച് മുന്നേ വരെ അങ്ങനെയല്ലേ വിളിച്ചത്? ഇനി അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ഓ, മിസ്സസ് അരുൺ ദേഷ്യത്തിലാണോ? അരുൺ തമാശ രൂപേണ ചോദിച്ചു. ദേ അരുൺ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വരട്ടെ. ദേഷ്യം വരുമ്പോൾ എൻ്റെ അച്ഛനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആണോ? ഞാൻ അറിഞ്ഞില്ല. അതിഥി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ തട്ടിമാറ്റി പോകാനൊരുങ്ങി. ഉടനെ അരുൺ അവളെ ബലമായി പിടിച്ച് ടേബിളിൽ കയറ്റിയിരുത്തി അവളുടെ കാലുകൾ അകത്തി വെച്ചതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ശേഷം അവൻ അവളോട് ചേർന്ന് നിന്നു. അവളുടെ മുഖമുയർത്തി നോക്കി. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവാൻ നിൽക്കുകയായിരുന്നു. അച്ചു, അച്ചു, എൻ്റെ മുഖത്തേക്ക് നോക്ക്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവനെ മുറുകെ പുണർന്നു. എന്നാലും നീ എനിക്കെന്താ പറയാനുള്ളതെന്ന് കേട്ടില്ലല്ലോ. ഹർഷനോടെല്ലാം പറഞ്ഞു. ഐം സോറി അച്ചു. അവനത് പറഞ്ഞതും അവൾ വിതുമ്പാൻ തുടങ്ങി. റിയ, അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അവളോട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അരുൺ അതിഥിയുടെ കണ്ണുകൾ അവൻ്റെ അതരങ്ങളാൽ ഒപ്പിയെടുത്തു. പിന്നീട് അവൻ്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങി. അവളുടെ അതരങ്ങളെ നുണയാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ അവൻ്റെ ചുണ്ടുകൾ കൈകൊണ്ട് മൂടി. അല്ല, നീ എന്തിനാ ക്യാൻറ്റീനിൽ വെച്ച് അത്രയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയത്? അത് നിനക്ക് അറിയില്ലല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ അവൻ കുസൃതി കാണിക്കാൻ തുടങ്ങി. അയ്യോ നിർത്ത് അരുൺ. നീയേ ഈ അരുണിൻ്റെ മാത്രമാണ്. വേറെ ആരും നിന്നെ തൊടുന്നത് പോലെ എനിക്കിഷ്ടമല്ല. ഇത്രയും പൊസസീവ്നെസ്സോ? പൊസസീവ്നെസ് ആണോ എന്ന് ചോദിച്ചാൽ നല്ല പൊസസീവ്നെസ് ഉണ്ട്. അത് നിന്നോടെ തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. അത് പറഞ്ഞവൻ അവളെ കൈകളിലെടുത്തു. അരുൺ, എങ്ങോട്ടാ? നമുക്കേ ഒരു ടുക്കത്തർ ബാത്ത് അങ്ങ് പാസ്സാക്കാം. എന്നിട്ട് നിൻ്റെ വീട്ടിൽ പോകാനുള്ളതല്ലേ?